എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി വന്നു. 4 വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി. ഫാദർ ജോഷി ഏഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, വിശദാംശങ്ങൾ. നമുക്കൊപ്പം ശ്രീകാന്ത് അല്ല, YS അഭിനന്ദാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം ഓരോ ദിവസം കഴിയുന്നതും അങ്ങനെ വഷളാകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പലപ്പോഴും ആദ്യം അത് കുർബാന തർക്കമായിരുന്നു, പിന്നീട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്ന തർക്കം, അങ്ങനെ ദിനംതോറും അങ്ങനെ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 4 വിമതർക്കെതിരെ നടപടിയിലേക്ക് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കടന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ ഫാദർ ജോഷി വാഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കാണ് നടപടി എടുത്തിരിക്കുന്നത്. തൃപ്പൂണിത്തറ, പാലാരിവട്ടം, മാതാനഗർ എന്നിവിടങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 4 വൈദികർ പൂർണ്ണമായും ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണം. ഈ വിമത പ്രവർത്തനങ്ങൾ ഒരിക്കലും എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കർശനമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോകുന്നത്. അങ്കമാലി അതിരൂപത കുർബാന തർക്കം അങ്ങനെ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലേക്ക് മറ്റൊരു നടപടികളിലേക്ക് കൂടി സിറോ മലബാർ സഭ കടക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. SK.